മാഗ്നറ്റിക് വേവ്സ് ആണ് എഴുതുന്നത്. ഹിയർ ദ യൂണിഫോം പ്ലെയിൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു AX AX. ഹിയർ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കാണാനുണ്ട്. അത് H is equal to AY HY ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതോടൊപ്പം തന്നെ അതിന് ബോത്ത് ആർ ട്രാൻസ്ഫേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനിൽ രണ്ടും ട്രാൻസ്ഫേഴ്സും ആണ്. ഇതൊരു പെർട്ടിക്കുലർ കേസ് ആണ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ. ഇനി യൂണിഫോം പ്ലെയിൻ വേവിലെ Z ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫേസറിൻ്റെ എക്സ്പ്രഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ നമ്പർ 1. അത് E of Z is equal to E0 e raised to minus jkz ആണ്. ഹിയർ E0 ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ. ഇങ്ങനെ ജനറൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ Z ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മാത്രമാണ് ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ കാണാനുള്ളത്. ഇനി അതിൻ്റെ ജനറൽ ഫോം എഴുതുകയാണെങ്കിൽ E of x, y, z E0 e raised to minus jkx x minus e raised to minus jky y minus jkz. അതായത് ഇത് എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഹോമോജീനിയസ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷനിലൂടെയാണ്. അപ്പോൾ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട്, അല്ല 3 ആയിട്ട്. അത് kx² + ky² + kz² is equal to ω² μ e. ഇനി ഇതിൽ പറയുന്നത് μ ε. പിന്നെ മറ്റേ ജോമെട്രിക് ഇല്ലുസ്ട്രേഷൻ ആണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫേസ് ഫ്രണ്ട് എന്നും പറയാം. ഹിയർ ദ റേഡിയസ് വെക്റ്റർ ആൻഡ് വേവ് നോർമൽ ടു ദി ഫേസ് ഫ്രണ്ട് ഓഫ് എ യൂണിഫോം പ്ലെയിൻ വേവ് ആണ്. ഇനി ഇവിടെ വേവ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വേവ് നമ്പർ വെക്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് k is equal to ax kx plus ay ky plus az kz is equal to kan. അത് ഫോർത്ത് ഇക്വേഷൻ ആണ്. ഈ റേഡിയസ് വെക്റ്റർ ഒറിജിനിൽ നിന്നുള്ള റേഡിയസ് വെക്റ്ററിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് r is equal to ax x plus ay y plus az z ആണ്. ഇനി ഇക്വേഷൻ 2 ക്യാൻ ബി റിട്ടൺ ആസ് കോമ്പാക്റ്റ്ലി. അത് ഒരുമിച്ച് ഇക്വേഷൻ 2നെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. E of x E0 e raised to minus jk dot r ആയിട്ട് എഴുതാം. അതായത് അങ്ങനെ എഴുതുമ്പോൾ ഈ AX ഡോട്ട് പറഞ്ഞാൽ സെയിം വെക്റ്റർ, യൂണിറ്റ് വെക്റ്ററിലത് ഇതായി പോകും, ഈക്വൽ ടു 1 ആയിരിക്കും വരിക. അപ്പോൾ AX kx ഡോട്ട് AX x എന്ന് പറഞ്ഞാൽ AXും xും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താ ഉണ്ടാവുക, kx x ആണ്. അത് തന്നെയാണ് നമുക്ക് മുകളിൽ ഇക്വേഷൻ 2ൽ കിട്ടിയ എക്സ്പ്രഷനും. E0 e raised to minus jkn dot r ആയിട്ട് എഴുതാം. jk dot r എന്ന് പറഞ്ഞാൽ jkk ഇവിടെ കൊടുത്തിട്ടുണ്ട്, ax kx ആണ്. അപ്പോൾ ഫസ്റ്റത്തത് E0 e raised to minus j അവിടെ വരും. പിന്നെ ax kx dot ax x വരും. അതിൽ axും xും സെയിം വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് പിന്നെ ഉണ്ടാവുക kx x ആണ്. അതിനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ കിട്ടിയിട്ടുണ്ടത് E0 e raised to minus jkx x. ഇനി അടുത്തത് മൈനസ് വരും, കാരണം മൈനസാണ് നമ്മുടെ ഈ റേസ് ടു വരുന്നത്, എക്സ്പൊണൻഷ്യൽ ഫോം മൈനസിലാണ്. പിന്നെ അടുത്തത് മൈനസ്. പിന്നെ അടുത്തത് വരുന്നത് ay ky ഡോട്ട് ay ആണ്. അതിൽ ayയും സെയിം യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അതായത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നതാണ് 1 ആയിരിക്കും അതിൻ്റെ ഇത് വരിക, മാഗ്നിറ്റ്യൂഡ് വരിക. അപ്പോൾ ky വരും. അങ്ങനെ അതിനെ കോമ്പാക്ട് ചെയ്തിട്ട് E0 e raised to minus jkn dot r ആയിട്ട് എഴുതാം. അതിൻ്റെ SI യൂണിറ്റ് V/m വോൾട്ട് പെർ മീറ്റർ ആണ്. ഇനി പറയുന്നത് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. അതായത് ഇക്വേഷൻ 4ൽ കാണിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ ആണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനിൽ അല്ലേ. ഇനി ഇവിടെ kx എന്നുള്ളത് k ഡോട്ട് AX ആക്കിയിട്ട് എഴുതാം. അത് ഈക്വൽ ടു kn ഡോട്ട് AX ആണ്. ഇത് ഏത് എക്സ്പ്രഷനിലും വേണമെങ്കിൽ എഴുതാം. k ഡോട്ട് AX ആക്കിയിട്ട് എഴുതാം, kn ഡോട്ട് AX ആയിട്ട് എഴുതാം. അങ്ങനെയാണ് ഫുള്ള് പറയുന്നത്. ഇനി an AX ay an ഡോട്ട് AX an ഡോട്ട് ay ആൻഡ് an ഡോട്ട് AZ ആർ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് an ആണ്. ഡോട്ട് എന്ന് പറയുമ്പോൾ അത് കൊസൈൻ ആണെന്ന് നമുക്കറിയാം. പിന്നെ ഇത് ജോമെട്രിക്കൽ റിലേഷൻ ഓഫ് an ആൻഡ് r ഇല്ലുസ്ട്രേറ്റഡ്, അതായത് ജോമെട്രിക്കൽ റിലേഷനാണ്. അത് പറഞ്ഞ നേരത്തെ ജോമെട്രിക്കൽ ഇല്ലുസ്ട്രേഷൻ നോക്കാൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് 8.4ൽ കാണിച്ചിരിക്കുന്ന ആ ഫിഗർ അതിൻ്റെ ജോമെട്രിക്കൽ ഇല്ലുസ്ട്രേഷനാണ് പറയുന്നത്.
ഇനി ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ സെഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, അതായത് അത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്, പ്ലെയിൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസ് ആൻഡ് യൂണിഫോം ആംപ്ലിറ്റ്യൂഡ് ഫോർ ദി വേവ് ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ എൻ ഡോട്ട് ആർ, ഫിഫ്ത്ത് ഇക്വേഷനിൽ എൻ ഡോട്ട് ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, അതും പ്ലെയിൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസ് ആൻഡ് യൂണിഫോം ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ കാണിക്കുന്നത് ഫോർ വേവിന് വേണ്ടിയിട്ടുള്ള വേവ് എൻ ഡോട്ട് ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയിൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസും യൂണിഫോം ആംപ്ലിറ്റ്യൂഡുമാണ് ഇക്വേഷൻ 5ൽ കാണിക്കുന്നത്. ഇനി ഫ്രീ റീജിയൻ നോക്കുകയാണ്. ഫ്രീ റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി E0 എന്ന് പറയുന്നത് E0 ഡോട്ട് ഇ എന്ന് പറയുന്നത് മുന്നത്തെ ഇക്വേഷൻ നമ്പർ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. E0 അല്ല, ഇക്വേഷൻ നമ്പർ 1 E0 e⁻⁻jkz, അത് z ഡയറക്ഷനിലുള്ളത്. അതുപോലെ ജനറൽ ഫോം സെക്കൻഡ് ഇക്വേഷൻ E0 e⁻⁻jkx x മൈനസ് അതുണ്ട്. അപ്പോൾ അവിടെ E0 എന്നുള്ളിടത്ത് ഇത് എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ E0 ഡോട്ട് ഡെൽ e⁻⁻jkn ഡോട്ട് ആർ, അതിനൊക്കെ കോമ്പാക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയൊക്കെ കോമ്പാക്ട് ചെയ്തിട്ട് ഇവിടെ ഇ ഓഫ് ആർ ഇസ് ഈക്വൽ ടു E0 e⁻⁻jkn ഡോട്ട് ആർ ആയിരിക്കണം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. അങ്ങനെ അത് E0 ഡോട്ട് ഡെൽ e⁻⁻jkn ഡോട്ട് ആർ ആയിട്ട് ഇക്വേഷൻ എടുക്കാം. ഇനി ഡെൽ ഡോട്ട് e⁻⁻jkn ഡോട്ട് ആർ എഴുതുക. അതിൽ AX നമ്മൾ KXും കെയും ആറും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. AX KX പ്ലസ് അതിൻ്റെ K എന്നുള്ളിടത്ത് AX KX പ്ലസ് അത് കൊടുക്കുക, AY KY, പിന്നെ ആറിലോടത്ത് AXX പ്ലസ് AYY പ്ലസ് AZZ കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഡെൽ ഡോട്ട് എന്ത് വരും, AX ഡെൽ ഡോട്ട് എന്നാൽ ഡോ ബൈ ഡോ എക്സ് പ്ലസ് എക്സ് ക്യാപ്പ് പ്ലസ് അങ്ങനെ എഴുതൂലേ, ഡോ ബൈ ഡോ വൈ അങ്ങനെ എഴുതുക. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇവിടെ പിന്നെ ഉള്ളത് AX ഉണ്ടാവും, അതിന് AX ഡോ ബൈ ഡോ എക്സ് പ്ലസ് AY ഡോ ബൈ ഡോ വൈ പ്ലസ് Z ഡോ ബൈ ഡോ സെഡ് e⁻⁻jkx പ്ലസ് KYY പ്ലസ് KZZ. ഇതിൽ ഫസ്റ്റ് AX ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് e⁻⁻jkx പ്ലസ് KYY പ്ലസ് KZZ എടുക്കാം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് e⁻⁻jkx പ്ലസ് KYY പ്ലസ് KZZ എന്താവും, അതാണ് പെൻസിൽ കൊണ്ട് ഇതാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് AX ഡോ ബൈ ഡോ എക്സ് ഓഫ് e⁻⁻jkz പറഞ്ഞാൽ -jk, ആദ്യം e⁻⁻jk അത് വരും, ആ ഒരു ടേം വരും, അതിൻ്റെ ഒപ്പം തന്നെ -jkx അതുണ്ടാവും. പിന്നെ അവിടെ ഉള്ളത് AX ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്താവും 1 ആകും. പിന്നെ അല്ലാതെ KXും AXും ആണ്, അപ്പോൾ -AX KX എന്ന് വരും. പിന്നെ e⁻⁻jkx പ്ലസ് KY പ്ലസ് KZZ വരും. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ടേം AY ഡോ ബൈ ഡോ വൈ ഓഫ് e⁻⁻jkx എക്സ് പ്ലസ് KY വൈ അങ്ങനെ വരും. അതിന് ഇതേപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആദ്യം e⁻⁻jkx കിട്ടും, അതിനൊക്കെ കോമൺ ആയിട്ട് എടുത്തുകയാണ് ഇവിടെ, ഇത് അതൊക്കെ കോമൺ ആയിട്ട് എടുത്തുക. പിന്നെ -AX KX അങ്ങനെ ഓരോന്നിനെയും ഇതാക്കിയിട്ട് എഴുതിക്കാം. ഇനി അതിനെയും എങ്ങനെ എഴുതാം നമുക്ക്, -jkan e⁻⁻jkan ഡോട്ട് ആർ. ഹിയർ an ഡോട്ട് ആർ എന്ന് പറഞ്ഞാൽ jkan ഡോട്ട് പറഞ്ഞാൽ KAN ഡോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത് ഇതാക്കിയിട്ട് എഴുതാം. പിന്നെ KAN ഡോട്ട് ആർ അങ്ങനെ ആകുമ്പോൾ e⁻⁻jkx അത് കിട്ടും. പിന്നെ മുന്നിലെ KAN അങ്ങനെ അതിനെ ഒരു സിമ്പിൾ ഫോമിലാക്കി എഴുതാം. ഇനി ഇവിടെ -jk E0 ഡോട്ട് an e⁻⁻jkn ഡോട്ട് ആർ ഈക്വൽ ടു 0 എന്ന് എഴുതി. അതെന്താ നമുക്ക് വിച്ച് റിക്വയേഴ്സ് an ഡോട്ട് E0. an ഡോട്ട് E0 എന്ന് പറഞ്ഞാൽ ഇതൊരു ഡോട്ട് കൊസൈൻ ആയതുകൊണ്ട് an ഡോട്ട് E0 എന്ന പ്രൊഡക്റ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 വന്നാൽ വിച്ച് ഈസ് പെർപെൻഡിക്കുലാർ, കാരണം cos 90 ആണ് 0 വരിക. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആണെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി എന്താ പറയുക, E0 ഈസ് ട്രാൻസ്ഫേഴ്സ് ടു ദ ഡയറക്ഷൻ പ്ലെയിൻ വേവ് സൊല്യൂഷൻ ഇൻ ഇക്വേഷൻ 5.
അത് ഇംപ്ലൈസ് ചെയ്യുന്നത് എന്താണ്? E0 ഈസ് ട്രാൻസ്ഫേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഡയറക്ഷൻ ട്രാൻസ്ഫേഴ്സ് ആണ് നമുക്കിപ്പോൾ കിട്ടി, അതായത് പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് E(r) രണ്ടെണ്ണമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് E and H are perpendicular to each other. പിന്നെ and both are transverse to the direction of propagation. ഇനി നമ്മൾ എടുക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് E(r). സെക്കൻഡ് പറയുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ H(r) is equal to 1/j⍵μ del cross E(r). ഹിയർ H(r) is equal to 1/eta an cross E(r) നമ്മൾ എഴുതിയിരുന്നത്. അതിൻ്റെ SI യൂണിറ്റാണ് ആംപിയർ പെർ മീറ്ററിൽ അതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ω/μ/k which is equal to √μ/ε. അതായത് മ്യൂ 1/eta എന്നാണ് നമ്മളെ എക്സ്പ്രഷൻ. അപ്പോൾ ഇത് k/ω/μ എന്നാകും. k/ω/μ. അപ്പോൾ k/ω/μ പിന്നെ ഉണ്ടാവുക. അപ്പോൾ 1/ω/μ എന്ന് നമുക്കിവിടെ കിട്ടി. പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ H(r) is equal to നമുക്ക് 1/eta an cross E0 e⁻⁻jk⁰r ആയിട്ട് ഇപ്പോൾ എഴുതാം. Here we understand that a uniform plane wave propagate in an arbitrary direction. അതായത് ഈസ് ടെം എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിത്ത് E perpendicular H and both E and H are normal to an. Here both these expression shows which is perpendicular to each other and അതിനുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ് എന്താണ്? നോർമൽ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെന്ന് ഈ എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.